ഒരു പയ്യൻ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പെൺകുട്ടിയെ പ്രേമിച്ചു. പെൺകുട്ടിയാണെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഒരു വീട്ടിലെ പെൺകുട്ടി. ചെറുക്കൻ നല്ല പൈസയുള്ള വീട്ടിലെ ചെക്കൻ. ചെക്കൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയും, എനിക്ക് ഇന്നെ പോലെ ഈ പെൺകുട്ടിയെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കണം. അമ്മ പറയും, പറ്റില്ല, ആ വീട്ടിലെ പെൺകുട്ടിനെ ഇവിടെ കെട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല, വേറെ ഏത് പെണ്ണുവേണ്ടി കെട്ടിക്കൊണ്ടുവരും. പയ്യൻ പറയും, ഞാൻ അവളെ അത്ര ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇനി എനിക്ക് വേറെ ഒരു പെണ്ണിനെ അന്വേഷിക്കേണ്ട, ആ പെണ്ണില്ലെങ്കിൽ ഞാനിനി കല്യാണമേ കഴിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടി ഒളിച്ചോടും. അങ്ങനെ ചെറുക്കൻ അച്ഛനോടും പോയി പറയും. അച്ഛൻ മൗനിയായിട്ടൊരു ഇരിപ്പ് തന്നെ. കാരണം അച്ഛനെന്ന് പറയുന്നത് ആ വീട്ടിലെ വെറും ലേബൽ മാത്രം, നമ്പർ പ്ലേറ്റാണ് ആ വീട്ടിലെ. അല്ല അച്ഛനെ കൊണ്ടൊരു കാര്യമില്ല, അച്ഛനായിട്ടൊരു തീരുമാനം എടുക്കില്ല. അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കുന്നത് അവൻ്റെ അമ്മയാണ്. പിന്നെ അതിന് ചുക്കാൻ പിടിക്കാനായിട്ട് അവൻ്റെ ഒരു സിസ്റ്ററും ഉണ്ട്. അങ്ങനെ അമ്മ സമ്മതിച്ചു, കല്യാണമൊക്കെ നടന്നു. പിറ്റേ ദിവസം ചെറുക്കൻ്റെ വീട്ടിൽ നമ്മുടെ നാട്ടിലൊരു നടപ്പുണ്ടല്ലോ, അടുത്ത വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ പെണ്ണിനെ കാണാൻ വരും. ഈ പെണ്ണിനെ കാണാൻ വരിക എന്നുള്ളത് പെണ്ണിനെ കാണുക എന്നുള്ളതല്ല, പെണ്ണ് എന്ത് കൊണ്ടുവന്നെന്ന് നോക്കാനാണ്, പെണ്ണിൻ്റെ ദേഹത്ത് എന്തുണ്ടെന്ന് കാണാനാണ്. പക്ഷെ വരുമ്പോഴത്തേക്ക് വീട്ടുകാർ അത്രയും കഷ്ടത്തിൽ അവിടെ നിന്ന് ഇവിടുന്ന് കടവും വിലയൊക്കെ വാങ്ങിച്ച് കൊടുത്തയച്ച ഒരു 5-10 പവന് സ്വർണ്ണമുണ്ട്. ഇത് കണ്ടപ്പോൾ കുടുംബക്കാർക്കും നാട്ടുകാർക്കൊക്കെ ഒരേ പുച്ഛം. ആകെയുള്ള ഇതാണ് ലോ ക്ലാസ്സിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, ഒന്നും ഇല്ലാത്തടത്തുനിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കിട്ടുകയുള്ളൂ, ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ ചെറുക്കൻ്റെ എന്തിൻ്റെ കേടാണ്? ഇത്രയും പൈസ ഉള്ളൊരു വീട്ടിൽ ചെക്കൻ ഈ ഒന്നുമില്ലാത്ത വീട്ടിലൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിരിക്കണം. ചെക്കൻ നല്ലൊരു പെണ്ണിനെ കിട്ടിയില്ലായിരുന്നോ? അത് കഴിഞ്ഞ് കുടുംബക്കാരും നാട്ടുകാരൊക്കെ അങ്ങ് പിരിഞ്ഞു പോയി. ഇത് കേട്ട് അമ്മായിയമ്മ തുടങ്ങണം തുള്ളൽ തുടങ്ങി. വീട്ടുകാർ പറഞ്ഞത് കേൾക്കാതിരുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതുപോലുള്ളതിനെയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ എന്നും ആ പെൺകുട്ടികളുടെ മാനസിക പീഡനമായി. എന്തിൻ്റെ പേരിലാ? ഒന്നും കൊണ്ടുവരാഞ്ഞതിൻ്റെ പേരിൽ, ഒന്നും ഇല്ലാത്തവളായിപ്പോയതിൻ്റെ പേരിൽ. അങ്ങനെ ഈ പയ്യനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയാണ്. ഈ പ്രൈവറ്റ് കമ്പനിയിൽ ഇവരിങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഇവൻ്റെ പണി നഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ വീട്ടിൽ വന്ന് പറയും, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ അതിനെക്കുറിച്ചായി അമ്മായിയമ്മ, ഇതുപോലുള്ള മൂതേവികളാ, ഇതുപോലെ നസീബില്ലാത്ത ഈ എണ്ണം കെട്ടതിനൊക്കെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഒരു ഐശ്വര്യം ഉണ്ടായില്ലേ, ഉള്ളതെല്ലാം കൂടി പോയില്ലേ, ഉള്ള ജോലിയും പോയില്ലേ, നന്നായി. പിന്നെ മാനസിക പീഡനം മാത്രമല്ല, ഈ പെൺകുട്ടി അവിടുത്തെ വീട്ടുജോലിക്കാരി കൂടി ആകേണ്ടി വന്നു. പിന്നെ ആ വീട്ടിലെ സകല പണിയും ഇവളെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. പിന്നെ ബെഡ്റൂം വീടിൻ്റെ ഉള്ളിൽ നിന്നും മാറ്റി അടുക്കളയോട് ചേർന്നുള്ള ചായ്പിലേക്കാക്കി. പിന്നെ മാനസികമായ പീഡനവും ശാരീരികമായ പീഡനവും അവിടുത്തെ ജോലിയും എല്ലാം കൊണ്ട് ഈ പെൺകുട്ടി തളർന്നു. ഒരു ദിവസം ഇവള് ഭർത്താവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ചേട്ടാ, ഇവിടുത്തെ ജോലി മുഴുവൻ ഞാൻ ചെയ്യാം, എനിക്ക് പ്രശ്നമല്ല, പക്ഷെ നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയും കുത്തുവാക്കുകളും മാനസികമായും ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും ഈ സഹിക്കാൻ വയ്യ. നമ്മൾ ഒരാളെ ചാരി നിന്ന് ജീവിച്ചാൽ നമ്മൾ ചാരി നിൽക്കുന്ന ആൾ വീണ് കഴിഞ്ഞാൽ ആ ആളോടൊപ്പം നമ്മളും താഴെ വീഴും. ഇപ്പം ചേട്ടനെ ചാരി നിന്നാണ് ഞാൻ ജീവിക്കുന്നത്, ഇപ്പം ചേട്ടൻ വീണ് കിടക്കുകയാണ്. അപ്പം ഇപ്പം നമ്മൾ രണ്ടാളും ഇങ്ങനെ വീണ് കിടന്ന് ഇവിടെ എനിക്ക് ജീവിക്കാൻ വയ്യ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കോട്ടെ. ദാരിദ്ര്യമാണെങ്കിലും എനിക്കവിടെ സ്നേഹവും സമാധാനവും സന്തോഷവും ഉണ്ട്. ചെറുക്കൻ ഇവളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലായി. അവനറിയാം അവൻ നിഷ്പക്ഷനാണ്, അവനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവനും കൂടി പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവൻ അവളോട് പറയും, അരുത്, തളരരുത്, നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളു, നമുക്കിനിയും ജീവിതം ഒത്തിരി ബാക്കിയാണ്. നമുക്കിവിടുന്ന് പോവാം, ഒരു ചെറിയ വീട് എവിടെയെങ്കിലും വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് ജീവിക്കാം. ചെറുക്കനും ഇവളും കൂടി അമ്മയുടെ അടുത്തെന്ന് പറയും, ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ പോവുകയാണ്, ഞങ്ങൾ വേറൊരു വീട് എടുത്തിട്ട് ഞങ്ങൾ താമസിക്കാം, ഞങ്ങൾ ഇവിടുന്ന് മാറുവാണ്. അപ്പോഴും അമ്മ തുടങ്ങി, വന്ന് മാസങ്ങളായില്ല, അതിന് മുമ്പ് എൻ്റെ മോന് തരണമന്ത്രം കൊടുത്ത് മയക്കി അവനെ വശീകരിച്ചു. ഇനിയിപ്പം എൻ്റെ അടുത്തൊന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മകനെയും കൂടി അകറ്റിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ് മൂദേവി. പിന്നെയും തുടങ്ങി. ഇവിടെ അതൊന്നും കേട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരേണ്ടത്,
ഈ പെൺകുട്ടി അനുഭവിക്കുന്ന ഈ പീഡനം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഒരു കഴിവില്ലാത്ത വീട്ടിൽ നിന്ന് വന്നത് കൊണ്ടാണ്, ഒരു സ്ത്രീധനം കൊണ്ടുവരാത്തതിന്റെ പേരിലാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ ഡെയിലി നമ്മൾ കേൾക്കുന്നുണ്ട് പീഡനം, ശാരീരിക പീഡനം, അമ്മായിയമ്മയുടെ ആണ്. എവിടെയാണ് ശിക്ഷ? ആരെയാണ് ഇതുവരെ ശിക്ഷിച്ചിരിക്കണത്? ആരെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് പോലീസ് വരും, കുറച്ച് കേസാകും, കുറച്ച് ആളുകൾ ഇങ്ങനെ കോർട്ടിൽ കയറി നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളാരും അറിയുന്നുമില്ല. അപ്പൊ ഈ സ്ത്രീധനം എന്നൊരു സമ്പ്രദായവും ഈ അമ്മായിയമ്മയുടെ പോരും നമ്മുടെ നാട്ടിൽ നിന്നും എന്ന് അറുതി വരുന്നു അല്ലെങ്കിൽ ഇല്ലാതാകുന്നു, അന്നേ നമ്മുടെ പെൺകുട്ടികളുടെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അയക്കുന്ന, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തി വലുതാക്കിയ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അതുങ്ങൾക്ക് ഒരു സ്വസ്ഥവും സമാധാനവുമായിട്ട് സന്തോഷമായിട്ട് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഈ അമ്മായിയമ്മമാരെന്ന് പറയുന്ന ഇവളുമാരുടെ ഈ അസൂയയും ഈ സ്വാർത്ഥതയും കുശുമ്പും ഇല്ലാതാവണം. 1. 2, ഈ സ്ത്രീധനം എന്ന ഒരു സമ്പ്രദായം അത് എടുത്തു പോണം നമ്മുടെ നാട്ടിൽ. ഇത് വാങ്ങരുത്, കൊടുക്കരുത്, വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇതിന് ഒരു പരിസമാപ്തി ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻസ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.